Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of the short story, The Rocking Horse Winner by D.H. Lawrence, Litmosphere, first semester, Calicut University, Common English. In our previous video, we discussed about short answer questions. In this video, we discussed about paragraph questions and essay questions. How does Paul seek luck? എങ്ങനെയാണ് പോള് ലക്കിനെ കാണുന്നത് എങ്ങനെയാണ്? Paul starts to search inside himself for luck and becomes overwhelmed by his desire for it. അപ്പോൾ പോള് അവനിൽ തന്നെയാണ് ലക്കിനെ അവന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ആ ഒരു ലക്കിന് വേണ്ടിയിട്ട് അവന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഇവൻച്വലി ഹി സ്റ്റാർട്ട് മെയ്ഡ് റൈഡിങ് ഹിസ് റോക്കിംഗ് ഹൗസ്, ലുക്കിംഗ് ഇൻ ടു ഇറ്റ്സ് വൈഡ് ഗ്ലാസി ഐസ് ആൻഡ് ആസ്കിങ് ടു ടേക്ക് ഹിം ടു ലക്ക്. അപ്പോൾ ഈ ഒരു ലക്കിന് വേണ്ടിയിട്ട് അവന് അവൻ്റെ റോക്കിംഗ് ഹൗസ് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആ ഒരു റോക്കിംഗ് ഹൗസിൻ്റെ ഗ്ലാസി ഐസിലോട്ട് നോക്കിക്കൊണ്ട് ആ ഒരു ഗ്ലാസി കണ്ണിലോട്ട് നോക്കിക്കൊണ്ട് അവന് ചോദിക്കുന്നുണ്ട് എവിടെയാണ് എൻ്റെ ലക്ക് എന്നുള്ളത്. നെക്സ്റ്റ് സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് ഹെസ്റ്റർ. ഹെസ്റ്ററിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഹെസ്റ്റർ ഈസ് പോൾസ് മദർ, എ മിഡിൽ ക്ലാസ് വുമൻ വിത്ത് 2 other children ആസ് വെൽ. അപ്പോൾ ഹെസ്റ്റർ എന്ന് പറയുന്നത് പോളിൻ്റെ അമ്മയാണ്, ഒരു മിഡിൽ ക്ലാസ് വുമൻ ആണ്. അവർക്ക് വേറെ 2 കുട്ടികളൂടെ ഉണ്ട്. ഷീ ഈസ് ഒബ്സസ്ഡ് വിത്ത് അപ്പിയറൻസ് ആൻഡ് പെർട്ടിക്കുലർലി വിത്ത് കീപ്പിംഗ് അപ്പ് ദ അപ്പിയറൻസ് ഓഫ് ബീയിങ് വെൽത്തിയർ ദാൻ ഷീ ആക്ച്വലി ഈസ്. അപ്പോൾ ഹെസ്റ്ററിൻ്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആണ്. അവളുടെ ഇപ്പോഴത്തെ ആ ഒരു കണ്ടീഷൻ അനുസരിച്ചുള്ള ഒരു അപ്പിയറൻസ് അല്ല അവളുടെ ലൈഫിലുള്ളത് എന്നാണ് പറയുന്നത്. ഹെസ്റ്റർ ബിലീവ് സ്ട്രോങ്ലി ഇൻ ലക്ക് ആൻഡ് തിങ്സ് ദാറ്റ് ഷീ ഈസ് അൺലക്കി ബിക്കോസ് ഷീ മാരീഡ് എ മാൻ ഹു ഡസൻ മേക്ക് എ ലോട്ട് ഓഫ് മണി. അപ്പോൾ ഹെസ്റ്റർ എല്ലായ്പ്പോഴും ബിലീവ് ചെയ്യുന്നത് ലക്കിൽ വളരെയധികം വിശ്വസിക്കുന്ന ഒരാളാണ് ഹെസ്റ്റർ. അവളുടെ ഒരു അഭിപ്രായത്തിൽ ലക്ക് എന്ന് പറയുന്നത് മണിയാണ്, പണമാണ് ലക്ക് എന്ന് പറയുന്നത്. അതുപോലെ അവൾ അൺലക്കിയാണെന്ന് പറയുന്നുണ്ട്, കാരണം അവളുടെ ഹസ്ബൻഡിന് ലാക്ക് ഓഫ് മണിയാണ്, അതായത് പണമില്ലാത്ത ആളായതുകൊണ്ട് അവൾ അൺലക്കിയാണെന്ന് പറയുന്നുണ്ട്. ഷി വാസ് വെരി greedy and found pleasure in buying materials rather than spending it on her family. അപ്പോൾ വളരെയധികം അത്യാഗ്രഹിയായിട്ടുള്ള ഒരാളാണ് ഹെസ്റ്റർ. അതുപോലെ അവൾ ഈ ഒരു മെറ്റീരിയൽ തിങ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് പണം ചെലവഴിക്കുന്ന ആളാണ്. ഫാമിലിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മെറ്റീരിയൽസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. ദ നരേറ്റർ സേസ് ദാറ്റ് ഹെസ്റ്റർ നെവർ ലവ്ഡ് ഹെർ ചിൽഡ്രൻ. ഇതിൻ്റെ എൻഡിങ്ങിൽ, ഈ ഒരു സ്റ്റോറിയുടെ എൻഡിങ്ങിൽ നരേറ്റർ പറയുന്നുണ്ട് ഹെസ്റ്റർ ഒരിക്കലും തൻ്റെ മക്കളെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ഷീ ഡസൻ അപ്പിയർ ടു ഫീൽ സാഡ് ഓവർ ദ ലോസ് ഓഫ് ഹെർ son but rather over the loss of her future income. ഈ ഒരു സ്റ്റോറിയുടെ എൻഡിങ്ങിൽ ഹെസ്റ്റർ തൻ്റെ മകൻ നഷ്ടപ്പെട്ടതിൽ ഒരിക്കലും വിഷമിക്കുന്നില്ല. അതിന് പകരമായിട്ട് അവൾക്ക് വരുന്ന ഒരു സാഡ് എന്ന് പറയുന്നത് അവളുടെ ആ ഒരു ഫ്യൂച്ചർ ഇൻകം നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമാണെന്നാണ് പറയുന്നത്. Next, my family has been a gambling family and you won't know till you grow up how much damage it has done. Explain the significance of this statement. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മൈ ഫാമിലി ഹാസ് ബീൻ എ ഗാംബ്ലിംഗ് ഫാമിലി. എൻ്റെ ഫാമിലി ഒരു ഗാംബ്ലിംഗ് ഫാമിലി ആയിരുന്നു, അതായത് ഈ ചൂതാട്ടക്കളിയൊക്കെ ഉള്ള ഒരു ഫാമിലി ആയിരുന്നു. ആൻഡ് യു വോണ്ട് നോ ടിൽ യു ഗ്രോ അപ്പ് ഹൗ മച്ച് ഡാമേജ് ഇറ്റ് ഹാസ് ഡൺ. നിനക്കറിയില്ല ആ ഒരു ഗാംബ്ലിംഗ് മൂലം എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഈ ഒരു പ്രസ്താവന എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. പോൾസ് മദർ വാണ്ട്സ് പോൾ അബൌട്ട്. ഇത് പോളിൻ്റെ മദർ ഹെസ്റ്റർ ആണ് പറയുന്നത് പോളിനോട്. പോൾസ് മദർ വാണ്ട്സ് പോൾ അബൌട്ട് ബിക്കമിങ് ഒബ്സസ്ഡ് വിത്ത് ഗാംബ്ലിംഗ്, നോട്ട് നോയിങ് ഹൗ ഡീപ്ലി ഇൻവോൾവ് ഈസ് ഇൻ റേസ് ബെറ്റിംഗ് വിത്ത് അങ്കിൾ ഓസ്കാർ, ഹു ഇസ് ലൈക്ലി വൺ ഓഫ് ദോസ് ഇൻ പോൾസ് മദർ ഫാമിലി ഹൂസ് ഗാംബ്ലിംഗ് ഹാസ് കോസ്ഡ് സം ഡാമേജ്. അപ്പോൾ പോളിൻ്റെ അമ്മ പോളിനെ വാൺ ചെയ്യുന്നുണ്ട് ഈ ഒരു ഗാംബ്ലിങ്ങിൽ ഇങ്ങനെ ഒബ്സസ്ഡ് ആയി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ പോളിൻ്റെ അമ്മ പറയുന്നുണ്ട് ഈ ഒരു ഗാംബ്ലിങ് എൻ്റെ ഫാമിലിയിൽ എത്രത്തോളം ഡാമേജ് വരുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ദ ഐറണി ഈസ് ദാറ്റ് ഇൻ എ സെൻസ് പോൾസ് മദർ ഹാസ് ബീൻ ഗാംബ്ലിംഗ് ടു വിത്തൗട്ട് നോയിങ് ദാറ്റ് ഷീസ് ആൻഡ് ദാറ്റ് ദ റിസൾട്ട്
damage take Paul's life before he can grow up. ഇതിൽ ഐറണി എന്ന് പറഞ്ഞാൽ പോളിൻ്റെ അമ്മയും ഒരു ഗാംബ്ലിങ് ചെയ്യുന്ന ആളായിരുന്നു. അതുമൂലം പോള് വളരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ഡാമേജ് ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോൾസ് ഫൈനൽ ബെറ്റ്. പോളിൻ്റെ ഫൈനൽ ബെറ്റ് എന്തായിരുന്നു, അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പോൾസ് ഫൈനൽ ബെറ്റ് മേ ദ ഫാമിലി റിച്ച് ബട്ട് കോസ്റ്റ് ഹിം ഹിസ് ലൈഫ്. പോളിൻ്റെ ഫൈനൽ ബെറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഫാമിലീനെ റിച്ച് ആക്കുന്നുണ്ട്, പക്ഷേ അതിന് വില നൽകേണ്ടി വരുന്നത് പോളിൻ്റെ ജീവൻ തന്നെയാണെന്നാണ് പറയുന്നത്. പോൾ വാണ്ടഡ് ടു പ്രൂവ് ദാറ്റ് ഹീ ഈസ് ലക്കി ടു ഏൺ ആൻഡ് ഡിസേർവിങ് ഓഫ് ഹിസ് മദേഴ്സ് ലവ്. അതായത് പോളിന് അവൻ്റെ ലക്ക് അവന് കണ്ടെത്തേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ അമ്മയുടെ സ്നേഹം നേടാൻ വേണ്ടിയിട്ട് അവന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. He did earn in Derby £80,000 by predicting that Malabar would win through his clairvoyance. അപ്പോൾ അവൻ്റെ ലാസ്റ്റ് ബെറ്റ് എന്ന് പറയുന്നത് £80,000 ബെറ്റായിരുന്നു. മലബാർ വിൻ ചെയ്യും എന്നുള്ള ഒരു പ്രഡിക്ഷനായിരുന്നു അവൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ deteriorated his wealth so much that he died in few days afterward. അപ്പോൾ ആ ഒരു ബെറ്റിന് ശേഷം അവൻ്റെ ഫാമിലി നല്ല രീതിയിൽ റിച്ചായി, പക്ഷേ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഇൻ ദ റോക്കിംഗ് ഹോഴ്സ് വിന്നർ. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? The main supernatural element in the rocking horse winner is the rocking horse itself. As the boy Paul grows up in a house where money is a major concern of his mother, the house seems to whisper there must be more money. ഇതിലുള്ള മെയിനായിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻ്റ് എന്ന് പറയുന്നത് ആ ഒരു റോക്കിംഗ് ഹൗസ് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ ഇതിൽ ഉള്ള വേറൊരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് ആ ഒരു വീട്ടിൽ എപ്പോഴും ഹോണ്ട് ചെയ്ത് കേൾക്കുന്ന ദർ മസ്റ്റ് ബി മോർ മണി എന്നുള്ള ആ ഒരു വേർഡ്സ്. അതൊരു സൂപ്പർ നാച്ചുറൽ എലമെൻ്റാണ്. ദിസ് ഓൺസ് ദ ചൈൽഡ് ഹിസ് മദർ ടെല്ലിങ് ഹിം ദാറ്റ് ലൈഫ് ഈസ് ഫിനാൻഷ്യലി ഹാർഡ് ബിക്കോസ് ഹിസ് ഫാദർ ഹാസ് നോ ലക്ക് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് തിങ്സ് ഹാപ്പൻ ബൈ ഇൻവിസിബിൾ സൂപ്പർ നാച്ചുറൽ ഹാൻഡ് ദാറ്റ് മേക്സ് തിങ്സ് ഗുഡ് for people or not without luck. The fact that Paul knows which forces to choose in order to win at the race is also fantastical and supernatural in nature. അപ്പോൾ ഈ റോക്കിംഗ് ഹോഴ്സ് റൈഡ് ചെയ്യുന്നതിലൂടെ ലക്ക് വരും, അതായത് മണി വരും എന്നുള്ളതൊക്കെ ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ സിംബോളിസം ഇൻ ദ റോക്കിംഗ് ഹോഴ്സ് വിന്നർ. ഇതിലെ സിംബോളിസം എന്തൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡിയർ ലോറൻസ് യൂസസ് ഡിഫറെൻറ്റ് സിംബൽസ് ഇൻ ദ സ്റ്റോറി. ഹെസ്റ്റർ, പോൾസ് റോക്കിംഗ് ഹോഴ്സ് ആൻഡ് ദ വിസ്പറിംഗ് ഓഫ് ദ ഹൗസ് റെപ്രസെൻറ്റ് ഗ്രീഡ്, സെൽഫിഷ്നെസ് ആൻഡ് ലവ്. അപ്പോൾ ഈ ഒരു റോക്കിംഗ് ഹോഴ്സ് ഒരു സിമ്പിളായിട്ട് വരുന്നുണ്ട്. അതുപോലെ ആ ഒരു വിസ്പറിങ് ഉണ്ടല്ലോ വീട്ടിലിങ്ങനെ ദർ മസ്റ്റ് ബി മോർ മണി എന്ന് പറയുന്ന ആ ഒരു വിസ്പറിങ്ങും ഒരു സിമ്പിളാണ്. അതൊക്കെ ഗ്രീഡിനെ, അത്യാഗ്രഹത്തെ, സെൽഫിഷ്നെസ്സിനെ, ലവിനൊക്കെ കാണിക്കാനുള്ള ഒരു സിമ്പിളാണെന്നാണ് പറയുന്നത്. അതായത് ഫിസിക്കൽ ആക്ട് ഓഫ് റോക്കിംഗ് സിംബലൈസസ് ദാറ്റ് പോൾ ഈസ് ഫോളോയിങ് ഇൻ ഹിസ് മദേഴ്സ് ഫുഡ് സ്റ്റെപ്സ് ആൻഡ് മിസ്ഡിറക്റ്റിംഗ് ഹിസ് എനർജി. പിന്നീട് ഈ പോള് ഈ ഹോഴ്സിൻ്റെ ഇങ്ങനെ ആ ഒരു ഫിസിക്കൽ ആക്ട് ഓഫ് റോക്കിംഗ്, ആ ഒരു ഹോഴ്സിനെ ഇങ്ങനെ ആട്ടുന്നത്, അത് സിംബലൈസ് ചെയ്യുന്നുണ്ട്. അതായത് പോളിൻ്റെ അമ്മയായിട്ടുള്ള ഹെസ്റ്ററിൻ്റെ ഫുഡ് സ്റ്റെപ്സിനെ പോള് ഫോളോ ചെയ്യുന്നതായിട്ടാണ്, അതിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അതായത് അവനൊരു ഒരു മിസ്ഡയറക്റ്റിംഗ്, അവൻ്റെ ഒരു എനർജി മിസ്ഡയറക്റ്റ് ചെയ്യുന്നതായിട്ടാണ് സിംബലൈസ് ചെയ്യുന്നത്. ദെൻ ഗാംബ്ലിംഗ് ഈസ് അനദർ സിമ്പിൾ ഇൻ ദി സ്റ്റോറി, റെപ്രസെൻറ്റ് ദ ഹോൾ പ്രോബ്ലമാറ്റിക് ലൈഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സൊസൈറ്റി ഇൻ വിച്ച് പോൾസ് ഫാമിലി ലിവ്സ്. ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് വേറൊരു സിമ്പിളാണ്, ഡിസ്ട്രക്ഷനെ കാണിക്കുന്നൊരു സിമ്പിളാണ്. പോൾസ് ഐസ് ആർ റെഫേർഡ് ടു ഇൻ സെവറൽ ഡിഫറെൻറ്റ് പ്ലേസസ് ആസ് ബ്ലൂ ഫയർ. ദ ക്യാൻ ബി സിംബോളിക് ഓഫ് ദ ബേണിംഗ് ഡിസൈർ ഫോർ ഹിസ് മദേഴ്സ് ലവ്. അതുപോലെ പോളിൻ്റെ കണ്ണുകൾ അത് ഒരു ബ്ലൂ ഫയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതൊരു സിമ്പിളാണെന്നാണ് പറയുന്നത്. അതായത് അവൻ്റെ കണ്ണുകൾ എന്ന് പറയുന്നതൊരു അവൻ്റെ അമ്മയുടെ സ്നേഹത്തിൻ്റെ ഒരു ബേണിംഗ് ഡിസയറാണ്. അതായത് അമ്മയുടെ ആ ഒരു ലവ് അവന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവൻ്റെ ജീവനം തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ,
The ideas of symbolism regarding the rocking horse, it can be symbolized Paul's ideal of luck and need for his mother's love, and it can also symbolize his death. അതുപോലെ നമ്മുടെ ഈ റോക്കിംഗ് ഹോഴ്സ് എന്ന് പറയുന്നത് എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? അതായത് പോളിൻ്റെ ലക്കിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അതുപോലെ അവൻ്റെ അമ്മയുടെ ലവിനെ സിംബലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവൻ്റെ മരണത്തെയും സിംബലൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, She comment on Uncle Oscar's statement, but poor devil, he is best gone out of a life where he rides his rocking horse to find a winner. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഓസ്കാറിൻ്റെ, അതായത് പോളിൻ്റെ അങ്കിളായിട്ടുള്ള ഓസ്കാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്കിൾ ഓസ്കാർ ഈസ് ഡ്രോയിങ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ എക്സ്ട്രാ ഓർഡിനറി ലക്ക് ഓഫ് പോൾസ് betting the horses and the absence of good fortune with regard to his life and the fact that Paul is now dead. Oscar suggests that history is better off having the money Paul made instead of having a strange son, or at least that Paul is better off dead than living in such a state. അതായത് ഇതിൽ ഈ ഒരു ഓസ്കാർ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, അതായത് പോളിൻ്റെ അമ്മക്ക് ഇങ്ങനെയുള്ള ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു മകൻ ഉള്ളതിനേക്കാൾ നല്ലത് അവൻ്റെ ആ ഒരു വെൽത്താണ്, അവൻ്റെ ആ ഒരു മണിയാണ് ബെറ്ററായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പോൾ മരണപ്പെട്ടതിന് ശേഷമാണ് ഓസ്കാർ ഈ കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ പോളിൻ്റെ വെൽത്ത് കൂടുതൽ യൂസ് ചെയ്തിരുന്നത് ഒക്കെ ഈ ഒരു ഓസ്കാർ ആയിരുന്നു. ഓക്കെ, Next, D.H. Lawrence, The Rocking Horse Winner, is a story of greed and its destructive consequences elucidate. D.H. Lawrenceൻ്റെ ഇത് ലോങ് എസ്സേ ആണ്, 300 വേർഡ്സിനുള്ള. ലോങ് എസ്സേ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് വേണം, ദെൻ മിനിമം 3 ബോഡി പാരഗ്രാഫ്, ദെൻ കൺക്ലൂഷൻ. ആ ഒരു സ്ട്രക്ചറിൽ വേണം എസ് എഴുതാൻ. അപ്പോൾ D.H. ലോറൻസിൻ്റെ ദ റോക്കിംഗ് ഹോഴ്സ് വിന്നർ എന്ന് പറയുന്നത് ഒരു ഗ്രീഡിൻ്റെയും അത് ഗ്രീഡ് മൂലം ഉണ്ടാകുന്ന ഡിസ്ട്രക്റ്റീവ് കോൺസിക്വൻസസ് ഒക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അതിനെക്കുറിച്ചിട്ട് എലുസിഡേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ റോക്കിംഗ് ഹൗസ് വിന്നർ ബൈ D.H. ലോറൻസ് ഈസ് എ സ്റ്റോറി ഓഫ് ഗ്രീഡ് ആൻഡ് ഇറ്റ്സ് ഡിസ്ട്രക്റ്റീവ് കോൺസിക്വൻസസ്. ഇറ്റ് ഫോക്കസസ് ഓൺ എ യങ് ബോയ് പോൾ who wishes to win money for his mother and who manages to do so by riding his rocking horse until he enters a state of near frenzy and he manages to predict the name of the horse that will win the next major race. റോക്കിംഗ് ഹൗസ് വിന്നർ ബൈ D.H. ലോറൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രീഡ് മൂലം ഉണ്ടാകുന്ന കുറേ ഡിസ്ട്രക്റ്റീവ് കോൺസിക്വൻസസ് ആണ് ഇതിൽ പറയുന്നത്. ഒരു യങ് ബോയ് പോളിനെയാണ് ഈ ഒരു സ്റ്റോറി ഫോക്കസ് ചെയ്യുന്നത്. അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അമ്മയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് അവന് മണി ഏൺ ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതായത് അവൻ്റെ ലക്ക് അവന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവന് ഒരു റോക്കിംഗ് ഹോഴ്സ് റൈഡ് ചെയ്യുകയും അതിലൂടെ അവൻ്റെ ലക്ക് അവന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവനിങ്ങനെ പ്രഡിക്ഷൻസ് നടത്തുകയാണ് ചെയ്യുന്നത്. ഹി ഡസ് this several times, winning ever greater sums of money for his mother, egged on by his uncle Oscar, in whom he confides about the rocking horse trick. അങ്ങനെ അവന് ഈ ഒരു റോക്കിംഗ് ഹോഴ്സ് റൈഡ് ചെയ്യുന്നതിലൂടെ അവന് ഒരുപാട് പണം സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്. അവൻ നടത്തുന്ന പ്രഡിക്ഷൻസൊക്കെ അവന് വിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യാൻ അവൻ്റെ അങ്കിളായിട്ടുള്ള ഓസ്കാർ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. Eventually he rides his rocking horse into such a frenzy that he collapses, and upon hearing news that he has won a large fortune from his latest bet, and he dies. അങ്ങനെ അവന് ഒരുപാട് പ്രഡിക്ഷൻസ് നടത്തുന്നുണ്ട് ഈ ഒരു റോക്കിംഗ് ഹോഴ്സ് റൈഡ് ചെയ്യുന്നതിലൂടെ. അങ്ങനെ ലാസ്റ്റ് അവനൊരു നടത്തിയ ഒരു പ്രഡിക്ഷൻ അത് വിൻ ചെയ്യുകയും അവന് ഒരുപാട് പണം സമ്പാദിക്കാൻ കഴിയുകയും അവൻ്റെ ഫാമിലിനെ റിച്ചാക്കാൻ പറ്റുകയും ഒക്കെ ചെയ്തു. പക്ഷേ അവൻ അതിന് വില നൽകേണ്ടി വന്നത് അവൻ്റെ ജീവനായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അവന് മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ദിസ് സ്റ്റോറി എക്സ്പോസസ് ദ ഡിസ്ക്രിപ്റ്റീവ് നേച്ചർ ഓഫ് മെറ്റീരിയലിസം ആൻഡ് ദ ഡെസ്പറേറ്റ് ലോങ്ങിങ് ഫോർ ലവ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി മെറ്റീരിയലിസം മൂലം ഉണ്ടാകുന്ന ആ ഒരു ഡിസ്ട്രക്റ്റീവ് നേച്ചറിനെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ഡെസ്പറേറ്റ് ലോങ്ങിങ് ഫോർ ലവ്, അതായത് പോളിന് അമ്മയുടെ ആ ഒരു സ്നേഹം അവന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. പോൾ wanted to prove that he is lucky to earn and deserving of his mother's love. He did in
earn in the Derby 80,000 pounds by predicting that Malabar would win through his clairvoyance. However, it deteriorated his wealth so much that he died in a few days afterward. അങ്ങനെ അവന് അമ്മയുടെ ആ ഒരു സ്നേഹം നേടാൻ വേണ്ടിയിട്ട് അവന് 80,000 പൗണ്ട്സിന് അവനൊരു പ്രഡിക്ഷൻ നടത്തുന്നുണ്ട്, മലബാർ വിൻ ചെയ്യും എന്നുള്ളത്. അങ്ങനെ വിൻ ചെയ്യുകയും അവൻ്റെ ഫാമിലി റിച്ച് ആവുകയും ചെയ്തു. പക്ഷേ നഷ്ടമായത് പോളിൻ്റെ ലൈഫ്, അവൻ്റെ ജീവനായിരുന്നു. അങ്ങനെ ഈ ഒരു വെൽത്തിന് വേണ്ടിയിട്ട് അവൻ്റെ ലൈഫ് തന്നെ അവന് അതിന് വില നൽകേണ്ടി വന്നു എന്നാണ് പറയുന്നത്. താങ്ക് യു.